ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ എല്ലാവർക്കും സുഖമില്ലേ? അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ നമ്മൾ ഷോപ്പിലെ വീഡിയോസും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാ രണ്ട് വണ്ടിയിൽ എന്നെ സിദ്ധരായിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല കേട്ടോ. കാരണം ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട് പണി അങ്ങോട്ട് എടുക്കാനും പറ്റല്ല ഗൈസ്. അപ്പം ഒറ്റയ്ക്കേ ഉള്ളൂ. നമുക്ക് ഇവിടെ ഒരു സ്റ്റാഫിന് ആവശ്യമുണ്ട് കേട്ടോ. നമ്മളെ ഏരിയ ബേസ്ഡാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ സ്റ്റാഫായും കാര്യങ്ങളാവാത്ത. നമ്മളെ ഏരിയ ബേസ്ഡ് ആരും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇപ്പം ഈ ഒരു വണ്ടി വർക്കിന് വേണ്ടി ഇളക്കണം, മൊത്തം ഇളക്കി പെയിൻറ്റിങ്ങിന് കൊണ്ടുകൊടുക്കണം. അതൊന്ന് കൊണ്ടുകൊടുക്കും. പിന്നെ നമ്മൾ രാവിലെ വന്നിട്ട് വർക്ക് ചെയ്താണ് ഈ 180 ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. കുറേ നാളായി സ്റ്റാർട്ടാവാതിരിക്കുന്നു. വണ്ടി റെഡിയാക്കി എടുക്കാൻ കഴിച്ചു. അതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇതൊക്കെ നമ്മൾ ഷോറൂമിൽ നിന്ന് ഓർഡർ ചെയ്ത് ഇന്ന് എടുക്കാൻ പറ്റും, ഇന്ന് സാധനം എടുക്കണം. അപ്പോൾ അതൊക്കെ ഇത് വണ്ടി വർക്ക് ചെയ്യണം. പിന്നെ ഈ ഒരു വണ്ടി പെയിൻറ്റിങ് വർക്കിന് വന്ന കേട്ടോ. ഈ വണ്ടിയുടെ ഈ ഒരു സൈഡ് 390 ഹെഡ്ലൈറ്റ്, സൈഡ് കിറ്റ്, എക്സ്റേ കിറ്റും വയ്ക്കണം. പിന്നെ ബാക്ക് ടെയിൽ ഡേഡി മാറ്റി നമ്പർ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്യണം. അതൊക്കെയാണ് നമ്മളെ വർക്ക്. ഈ ഒരു വണ്ടി നമുക്ക് ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഓയിൽ സീലും മാറണം കേട്ടോ. ഓയിൽ സീല് ഡാമേജ് ആയിട്ടുണ്ട്. നോക്കിയാണ് 2 ഫോർക്ക് സീലും മാറി, ഫോർക്ക് ഓയിലും മാറി എടുക്കണം. അങ്ങനെ കുറച്ച് അധികം വർക്ക് ഈ ഒരു വണ്ടിക്കകത്തുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഏത് വണ്ടി ചെയ്യണം എന്നത് ഭയങ്കര കൺഫ്യൂസ്ഡാണ്. ഡൂക്ക് ചെയ്യണോ, അതുപോലെ ഈ ഒരു NS ചെയ്യണമെന്ന് അറിയില്ല. എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ കാണുന്ന വണ്ടിയും വർക്ക് ചെയ്യാൻ കേട്ടോ. ഈ വണ്ടി നമ്മളെ 180 കുറച്ച് ചെയ്യാനുണ്ട്. അതോടൊപ്പം തന്നെ കൈ നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ. കൊറിയർ ജസ്റ്റ് കാണിച്ചാൽ ഈ കാണുന്ന കൊറിയർ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതെന്തിനാണെന്ന് നോക്കാം. ഇതിൽ നമുക്ക് അലോയും സിങ്ങാമ്പും ആയിട്ടാണ് വരുന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഡൂക്കിൻ്റെ സിങ്ങാമ്പ് വേണ്ടവർ ജസ്റ്റ് നമ്മളെ പേജിൽ വന്ന് കമൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സ് ചെയ്യാം. അൺബോക്സിങ് ചെയ്യാനുള്ള കത്തി എവിടെ? ഇതാണ് അൺബോക്സിങ് ചെയ്യുന്ന കത്തി. അൺബോക്സിങ് കത്തി മൂർച്ചയില്ലല്ലോ. അങ്ങനെതാ നമ്മളെ എല്ലാ ഐറ്റംസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ഡൂക്കിൻ്റെ അലോയി നമ്മൾ പാക്ക് ചെയ്ത് നമ്മളെ കൊറിയറിലെ ചേട്ടൻ വന്ന് നമ്മളെ കസ്റ്റമറിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലീനിങ് പ്രൊസീജിയർ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന സിങ്ങാമ്പ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. സിങ്ങാമ്പ് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരെ ക്ലീനിങ് പ്രോസസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മളെ ഈ ഒരു സിങ്ങാമ്പ് പക്ക നീറ്റായിട്ട് ക്ലീനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം പക്കയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റം നമ്മൾ സെയിലിന് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അത് നമുക്ക് NSലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾറെഡി എൻ്റെ വണ്ടിയിൽ ഈ ഒരു സിങ്ങാമ്പ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇപ്പോൾ കൊറിയറിൽ വന്നത് ഇതാണ് സാധനം. ഡൊമിനാർ 250യുടെ ഫോർക്ക്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റുള്ള സാധനവും. ഇത് നമുക്ക് NS 200, അതുപോലെ തന്നെ നമുക്ക് ഡൊമിനാർ 250 RS 200ലൊക്കെ സെറ്റ് ചെയ്യാൻ കേട്ടോ. കാരണം തിക്നെസ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ ആ ഒരു കിറ്റിൻ്റെ ഭാഗത്ത് കട്ടൊന്നും ചെയ്യേണ്ടിയൊന്നും വരത്തില്ല. അപ്പോൾ ഇത് നേരെ പാക്ക് എടുത്ത് അകത്തോട്ട് വയ്ക്കാം. എൻ്റെ അമ്മ ഗൈസ്, ഇപ്പം എത്ര ഫോർക്കായി. ഫോർക്കിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമ്മളതിലുണ്ട് കേട്ടോ. ജസ്റ്റ് നല്ലോണം കയറ്റി വയ്ക്കാം. ഉള്ളിലോട്ട് കയറ്റി വയ്ക്കാം. ഫോർക്ക് വേണ്ടവർ കോൺടാക്ട് ചെയ്യേ. ഡൊമിനാർ V4 ഡൂക്കിൻ്റെ ഉണ്ട്. നമ്മളെ മുന്നിലൊരു 390 ഹെഡ്ലൈറ്റ് ഇരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു NSൻ്റെ ഒരു ന്യൂ ധൂം എടുത്തുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഐറ്റം ഇന്നിപ്പോൾ ഉണ്ടാക്കിയിട്ടിരിക്കണം കേട്ടോ ഗൈസ്. ഒരു ആക്സിഡൻറ്റ് വർക്ക് വണ്ടിയിൽ ഇതൊക്കെയാണ്. ഭിത്തിയിലെ പെയിൻ്റ് അത്ര ആവുന്നുണ്ടല്ലോ. അത് നോക്കി പെയിൻ്റെല്ലാം പപ്പടം പോലെ ആവുന്നുണ്ട്. അപ്പോൾ അത് വിട്. നമുക്ക് എന്തായാലും നമ്മളെ ഈ ഒരു വണ്ടിയിൽ ഈ ഒരു ഹെഡ്ലൈറ്റിൽ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്യണം ഗൈസ്. അതിന് ശേഷമുള്ള വർക്കുകൾ എന്തൊക്കെയെന്ന് കാണിച്ചു തരാം. ഒരു ലോഡല്ലെങ്കിലും അത്യാവശ്യം നല്ല വർക്കുണ്ട് കേട്ടോ. നമുക്ക് ഇനി നമ്മളെ അങ്കത്തട്ടെല്ലാം അപ്പുറത്താണ് കേട്ടോ. ഇവിടെ നമുക്കിനിയില്ല, നമ്മളൊന്നുമില്ല. ഇത് എൻഡോർക്ക് DR ചെയ്യാൻ വേണ്ടി ഇന്ന് കൊടുക്കാനുള്ള വണ്ടി. ഇത് പേരായിട്ട് തൊട്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 250 തൊട്ടിട്ടില്ല. ഇത് RS വന്നിട്ടുണ്ട്. RSന് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്. അണ്ടർ ബെല്ലി മാറണം. പിന്നെ ബ്രേക്ക് ലൈറ്റ് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ അത് ഈ ഒരു 6 യൂണിറ്റ് ഡാമേജാണ്. അപ്പോൾ അത് റെഡിയാക്കണം. അതൊക്കെയാണ് നമ്മൾ RS കൊണ്ടുവരുന്ന. NS തൊട്ടിട്ടില്ല. 220 180 ഗ്രില്ല് ഓർഡർ ചെയ്ത് തിങ്കളാഴ്ച കിട്ടും എന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അപ്ഡേഷൻ ഉണ്ടാവും ഗൈസ്. ഉണ്ടാവും അപ്ഡേഷൻ ഉണ്ടാവും. അപ്പം തൽക്കാലം എന്താ നമ്മൾ TFT ഡിസ്പ്ലേയും വഴിയിൽ നിൽക്കുകയാണ്. TFT ഡിസ്പ്ലേ സെറ്റ് ചെയ്യാനുള്ള വണ്ടി വന്നിട്ടില്ല. വണ്ടി വന്ന ഉടനെ അത് സെറ്റാവും. അപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്
പിന്നെ ഈ ഒരു DRL മാറ്റി ബ്ലൂ കളറൊക്കെ ആക്കണം. ഒരു രക്ഷയില്ലാത്ത വർക്കുകളാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വർക്കിലോട്ട് പോവാം. അതിന് മുമ്പേ ആരെങ്കിലും ആണെങ്കിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് വയ്ക്കുക. ഇൻസ്റ്റാഗ്രാം ഐഡി, ഫേസ്ബുക്ക് പേജ് എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. പവറാക്കാം, പവറേഷാക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. ഗൈസ് അങ്ങനെ ഹെഡ്ലൈറ്റ് ഇതാ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റ് ആദ്യം ഗ്ലാസ് റിമൂവ് ചെയ്യണോ, ഇതിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്യണോ? ഇതിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്യാൻ സിമ്പിളാണ്. അപ്പോൾ എന്തായാലും ആദ്യം നമുക്ക് ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഗ്ലാസ് റിമൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വർക്കിലോട്ട് പോകാം. അപ്പോൾ ഇതെവിടെ വയ്ക്കും? ഇത് ദിബിടെ വയ്ക്കാം. കുറച്ച് സ്പേസ് തരൂ, രാജാവാണ് എന്ന് പറയുന്നത്. അവസാനം നമ്മളെ ഹെഡ്ലൈറ്റ് ഇളക്കി കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് ഈ ലൈറ്റ് കൂടെ റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു ലൈറ്റ് അതിൻ്റെ അകത്തോട്ട് കയറണം. അപ്പോൾ നമുക്ക് ഇനി അതുകൂടെ ഇളക്കിയാലോ ഗൈസ്. അപ്പോൾ നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എൽസിലിട്ട് വെയിലത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി വർക്കും കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വണ്ടി വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന NS കേട്ടോ, റെഡ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹാൻഡിൽ ചേഞ്ച് ചെയ്യണം. ഡൊമിനാറിൻ്റെ ഹാൻഡിലും അതുപോലെ തന്നെ ഹോൾഡർ അസംബ്ലി ഫുൾ സെറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 2 പീസ് ഹാൻഡിൽ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഹാൻഡിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇത് ഇളക്കാൻ വേണ്ടി വരുന്ന സ്ക്രൂസ് അറിയാമല്ലോ, ഈ കാണുന്ന 4 അല്ലെങ്കിൽ സ്ക്രൂസ് റിമൂവ് ചെയ്ത് ഈ ഒരു ബോട്ടം മൊത്തം റിമൂവ് ചെയ്തെടുക്കണം. റിമൂവ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരെ ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ NSൻ്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ NS നമ്മളൊരു ഡൊമിനാർ 400 ഹാൻഡിലും ഹോൾഡറും അതുപോലെ തന്നെ റൈസറും ആ ഒരു UGയുടെ ഹോൾഡറാണ് കേട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല UGയുടെ ഹോൾഡർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു റൈഡിങ് പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്. അപ്രൈറ്റ് റൈഡിങ് പൊസിഷനിലോട്ട് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പ്രോട്ടാപ്പറിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കകത്ത് ചെയ്തിട്ടുള്ളത്. നോക്കി കാണാം, പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, നമുക്ക് സെറ്റാക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ NS200 വർക്കും ഏകദേശം കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും ഓരോ വഴിക്ക് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു RS200 പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളും നാളെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ RR യൂണിറ്റ് നല്ല രീതിക്ക് ചൂടാവുന്നുണ്ട്. അതാണ് കസ്റ്റമറിനുള്ള പ്രശ്നം. അതായത് ഓവർ ചാർജ് വണ്ടിക്കകത്ത് കയറുന്നുണ്ട്. പിന്നെ അതുപോടൊപ്പം തന്നെ ഈ ഒരു കാണുന്ന അണ്ടർ ബെല്ലി ചേഞ്ച് ചെയ്തിട്ട് കസ്റ്റമൈസ് അണ്ടർ ബെല്ലി പെയിൻറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളത് ഗ്ലോസി ബ്ലാക്ക് ചെയ്തായിരിക്കും വെക്കുന്നത്. പിന്നെ ഈ സസ്പെൻഷൻ ഹൈറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളും റിമൂവ് ചെയ്യണം കേട്ടോ ഗൈസ്. അത് ഞാൻ ഇന്ന് ചെയ്യും. ഇന്ന് ഇളക്കിയെടുക്കും. ഇതിൻ്റെ അല്ലെങ്കിൽ ബോൾട്ടും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വണ്ടി ആദ്യം അതിൻ്റെ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇവിടെ തന്നെ സൈഡിൽ തന്നെ ഇരിക്കട്ടെ. ഈ സൈഡിൽ തന്നെ നല്ല രീതിക്ക് ഒതുക്കി വെച്ചിട്ട് ഇതിൻ്റെ സസ്പെൻഷൻ ഊരിയിടണം. പിന്നെ RR യൂണിറ്റ് മാറണം. പിന്നെ ഈ പറഞ്ഞ ഇവിടെ റിംഗ് ലൈറ്റ് ഉണ്ടാകുന്നത്, കസ്റ്റമറിൻ്റെ റിംഗ് ലൈറ്റ്, കസ്റ്റമറുടെ നമ്പർ എൻ്റെ ഒന്ന് മിസ്സായി. കസ്റ്റമറൊന്ന് വിളിച്ചു ചോദിക്കണം കേട്ടോ. ഈ വൈസർ ഇത് എന്തിട്ട് ചെയ്ത് വെച്ചാൽ ഇവിടെ ഇത് വൈസർ ചെറുതാ ഗൈസ്. നോക്കി, എന്തൊരു ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കാണുന്നുണ്ടല്ലോ. ഇതല്ലേ വൈസറിൻ്റെ ഹോൾ വരുന്നത്? മൊത്തത്തിലൊരു ഡിഫറൻസ് കാണുന്നുണ്ടല്ലോ. ഇത് താന്നല്ലേ വരേണ്ടത്. നോക്കി, ഇങ്ങനെ വരേണ്ടത്. പക്ഷേ ഇത് കയറ്റി വെച്ചേക്കുന്നത് തൂടാ ഒരു ലുക്കിന് വേണ്ടിയാണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് അത് കസ്റ്റമറോട് ചോദിക്കാം. കസ്റ്റമറുടെ നമ്പർ എൻ്റെ നിന്ന് അങ്ങ് മിസ്സായി പോയി, അതാണ് മെയിൻ പ്രശ്നം. പിന്നെ വേറെ എന്തൊക്കെയോ പണി പറഞ്ഞില്ല. ബാക്ക് ടൈൽ ചെയ്യണം, ബ്രേക്ക് ലൈറ്റ്, അത് നമുക്ക് ഇന്ന് തന്നെ ചെയ്യണം. ബ്രേക്ക് ലൈറ്റ് ചെയ്യണം ബാക്കിൽ. നമ്മൾ കഴിഞ്ഞ ദിവസം കസ്റ്റമർ ചെയ്താൽ മതി. പിന്നെ ഈ വണ്ടിയുടെ വർക്കും നമുക്ക് ചെയ്യണം, ഈ വണ്ടിയുടെ വർക്കും ചെയ്യണം. എൻ്റെ മുന്നേ എല്ലാം വർക്ക് ചെയ്യണം. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്ന വർക്കാണ് ഈ ഇരിക്കുന്നത്. ഇങ്ങനെ ഈ വണ്ടി ഇപ്പം ഇന്ന് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ എൻഡോർക്കിൽ DRL ചെയ്യാനാണ്. ഈ എൻഡോർക്കിൻ്റെ ഹെഡ്ലൈറ്റ് DRL ചെയ്യാൻ. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് ദൂരാണ്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തോണ്ട് ദൂരാനാണ് ഗൈസ് പാട്. മൊത്തം സ്ക്രൂവിൻ്റെ ഒരു ഘോഷയാത്രയാണ് വണ്ടി. അപ്പോൾ ഇത്രയും സ്ക്രൂ അഴിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അഴിക്കാൻ കേട്ടോ. ഇതിൻ്റെ മുന്നേ ഗൈസ് ഹെഡ്ലൈറ്റ് എന്ന് പറയുമ്പോഴേ ഒരു വലിയൊരു ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഇനി അഴിക്കാനുള്ളത് ഇവിടെയൊക്കെ ഉണ്ട് ഗൈസ്. അയ്യോ പിന്നെ ഇതെല്ലാം അഴിക്കണം. അപ്പോൾ നമുക്ക് നേരെ അഴിച്ചെടുത്തിട്ട് കാണാമേ, പവറാക്കാം. അപ്പോൾ എൻഡോർക്കിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് NS200 വന്നായിരുന്നു കേട്ടോ. അപ്പോൾ NS200 നമ്മൾ ഈ ഒരു ബ്രെംബോയുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ള. സിംഗിൾ ക്യാൻ വരുന്ന ബ്രേക്കിംഗ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ഇത് എക്സ്ട്രാ ആഡ് ഓൺ ചെയ്ത ക്യാനാണ് ഈ സൈഡിൽ കാണുന്നത്. നോർമൽ ക്ലച്ചും അതുപോലെ തന്നെ ഫസ്റ്റ് കോപ്പി ബ്രേക്കിംഗ് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു വണ്ടി ചെയ്തത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ബ്രെംബോയുടെ ബ്രേക്കിംഗ് ഓസും കൂടെ മാറിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ വണ്ടിയുടെ ലുക്ക് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ മച്ചാൻ ഇതുപോലുള്ള വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക, നമുക്ക് പവറാക്കാം, പവറിഷാക്കാം.
ഗൈസ്. അപ്പോൾ അങ്ങനെ ഡൊമിനാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ആരാണ് മേടിക്കുന്നത്? ഹാപ്പി അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ പവറാണ് ഗൈസ്. അപ്പോൾ അങ്ങനെ എൻഡോർക്ക് ഇളക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കസ്റ്റമർ വന്നത്. അപ്പോൾ ഇനി നമുക്ക് എൻഡോർക്കിൻ്റെ വർക്ക് ഇനി റീകണ്ടീഷൻ ചെയ്യാം, വർക്കായിട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ അതാ ഇതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് റിമൂവ് ചെയ്യണം, എല്ലാം പവറാക്കണം, ഒന്ന് ഇളക്കിയെടുക്കാം. ഗൈസ് അങ്ങനെ അവസാനം നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പിക്സൽ വർക്ക് വരുന്നത്. ഇതിൽ നമുക്ക് അറൗണ്ട് 140 മോഡ്സ് കാര്യങ്ങളും വരുന്നതാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് മൊബൈൽ വഴി. നമുക്ക് വേറെ വെറൈറ്റി മോഡ്സൊക്കെ നമുക്ക് ഇതുവഴി മൊബൈൽ വഴി ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അറൗണ്ട് ഇഷ്ടംപോലെ മോഡ്സ് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. ഇതുപോലെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റല്ലേ? പവറാണല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ കസ്റ്റമറിന് വണ്ടി കൈമാറാൻ വീണ. ഓക്കെ ബ്രോ. ഗൈസ് അങ്ങനെ അപ്പോൾ എൻഡോർക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ഏത് വണ്ടി തുടങ്ങാം? രാവിലെ നമുക്ക് ഹാൻഡിൽ ചേഞ്ചിങ് ഉണ്ടായിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രംബോ സെറ്റിങ് ഉണ്ടായിരുന്നു, പിന്നെ അതാ ചോറ് പോലെ കഴിച്ചില്ല. ഇത്ര സമയമായി കേട്ടോ. ഇനി വേണം ഇനി ഇതിന് വേണമെങ്കിലും ഒരു വണ്ടി കൂടാം. നൂറണോ ഗൈസ്? ഇന്ന് ഊരിയാലേ നമുക്ക് ഓരോ ദിവസത്തെ ആ ഒരു ഷെഡ്യൂൾ നടക്കുള്ളൂ കേട്ടോ. ഇത് ഒരു പെയിൻറ്റിങ്ങിന് കൊണ്ട് കൊടുക്കണം, ഈ പീസ് പെയിൻറ്റിങ്ങിന് കൊടുക്കണം. ഗൈസ് അപ്പോൾ അവിടെ ടൂരില്ല, അവിടെ ടൂര എനിക്ക് ഇത്രയായി. അപ്പം നമ്മളത് ഇന്നത്തെ പരിപാടി നമ്മളൊന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷോപ്പെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെച്ചാൽ ഇതൊക്കെ ആയിരുന്നു നമ്മളൊക്കെ എന്താ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമായിട്ട് വരുന്നു. ശ്രദ്ധിച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോഴത്തെ വീഡിയോ ബൈ ബൈ.